വചനം പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിലൂടെ ഭൂമുഖം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ട മക്കളെ, ഇതാ യേശു നമ്മുടെ സങ്കട കടലിലേക്ക് കടന്നു വരികയാണ്. യേശു നമ്മുടെ സങ്കട കടലിലേക്ക് കടന്നു വരികയാണ്. തകർന്നുപോയ കുടുംബ ബന്ധങ്ങളിലെ ആ ബന്ധങ്ങളെ വീണ്ടും കൂട്ടിച്ചേർക്കുവാനായി, അനുഗ്രഹിക്കുവാനായി കടന്നു വരികയാണ്. കടങ്ങളും കടക്കണികളും കയറി കുടുംബം മുഴുവൻ ആത്മഹത്യയുടെ വക്കിൽ എത്തിയിരിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ, അതിന്ന് പിന്തിരിപ്പിച്ച് അവർക്ക് ജീവിതം കൊടുക്കാൻ ഈശോ കടന്നു വരികയാണ്. ലോൺ എടുത്തിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്ന മക്കളിലേക്ക്, കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരികയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, അവരുടെ ഭാവി ജീവിതം, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് വിഷമിക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കുവാനായി ഈശോ കടന്നു വരികയാണ്. ജോലി ഇല്ല, പഠിച്ചു, ധാരാളം പഠിച്ചു, കമ്പനി പടികൾ പലതും കയറി ഇറങ്ങി, ജോലി കിട്ടുന്നില്ല. ജോലി കിട്ടിയിട്ടും ശരിയായ വേതനം കിട്ടുന്നില്ല, വേതനം കിട്ടിയിട്ടും വീട്ടിലെത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്രകാരമുള്ളവരെ അനുഗ്രഹിക്കുവാൻ ഈശോ ഇതാ നമ്മുടെ പക്കലേക്ക് കടന്നു വരികയാണ്. തിരുവോസ്തി രൂപനായ യേശു പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തിലെ ഏത് പ്രതിസന്ധികളും അതിജീവിക്കുവാൻ നിനക്ക് ശക്തി തരാൻ, ഊർജം തരാൻ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ പക്കലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി കൊടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിന് ഒരു പുനർജീവൻ തരാൻ, ദൈവോന്മുഖമായ ജീവൻ തരാൻ ഇതാ ഈശോ നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നു, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. നമുക്ക് കരങ്ങൾ കൂപ്പി അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ മഹത്വം, 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 മഹത്വം. യേശുവേ ആരാധന, സ്തുതി, ആരാധന. മാലാഖമാരോട് ചേർന്ന് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.